ഗായ്സ്, ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ദോശ, സൂപ്പർ ദോശയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് അരി വെള്ളത്തിലിടുന്നത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. എത്ര അരിയാണ് ഇടേണ്ടത്, എത്ര ഉഴുന്ന്, നല്ല എങ്ങനെ ഇരിക്കും, ഉഴുന്ന് എത്ര പാകം എന്നൊക്കെ നമുക്ക് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ഇടാൻ പോകുന്നത് അരി 3 ഗ്ലാസ് അരി, ഇതേപോലത്തെ ഗ്ലാസ്സിന് 3 ഗ്ലാസ് അരി കേട്ടോ. 3 ഗ്ലാസ് അരി, പിന്നെ മൂന്ന് ഗ്ലാസ് അരിയിലേക്ക് 3/4 ഗ്ലാസ് ഉഴുന്ന്. ഇതിപ്പോൾ കണ്ട 3/4 ഗ്ലാസ് ഉഴുന്ന്, പിന്നെ 1 സ്പൂണ് 1.5 സ്പൂണ് ഉലുവ ഇടാം. 1.5 സ്പൂണ് ഉലുവ. 3 ഗ്ലാസ് അരി, 3/4 ഗ്ലാസ് ഉഴുന്ന്, 1.5 സ്പൂണ് ഉലുവ. പിന്നെ നന്നായിട്ട് കഴുകിയിട്ട് ഇത് നന്നായിട്ട് വാഷ് ചെയ്ത് ഒരു വെള്ളം പാകത്തിൽ, ഇത്രയ്ക്കും വെള്ളത്തിൽ നമ്മൾ എന്ത് ചെയ്യണം, ഇത്രയ്ക്കും വെള്ളത്തിൽ ഒരു 5 മണിക്കൂർ കുതിർത്തിയിട്ട് നമുക്ക് അരയ്ക്കാം. അപ്പം ഞാനിത് വാഷ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഈ വാഷ് ചെയ്ത് ഇത്ര വെള്ളത്തിൽ മാത്രം വെക്കണം. കാരണം ഈ വെള്ളം കളയാതെ ഇത് കൂട്ടി വേണം നമ്മൾ കുതിർന്ന് കഴിയുമ്പോൾ ഈ വെള്ളത്തിൽ വേണം അരയ്ക്കാൻ. ഈ വെള്ളം ഇനി കളയേണ്ടതില്ല, എന്നാലേ മാവ് നന്നായിട്ട് പൊന്തത്തുള്ളൂ. കുറച്ച് ചോറും കൂടെ അരയ്ക്കും, ഒരു കൈപ്പത്തി ചോറും കൂടെ അരയ്ക്കണം. അപ്പം നമുക്കിതിൽ ഉപ്പിട്ടിട്ട് മാവ് അരച്ച് കഴിഞ്ഞു. ഇനി അരക്കണേൽ ഉപ്പിട്ട് റെഡിയാക്കി വെക്കാം. അപ്പോൾ വെളിച്ചമാകുമ്പോഴേക്കും 12 മണിക്കൂറെങ്കിലും ഇരിക്കണം. 12 മണിക്കൂർ ഇരുന്നാലാണ് നന്നായിട്ട് പൊന്തുള്ളൂ. അപ്പോൾ ഇപ്പോൾ അരച്ചിട്ടുള്ളൂ. ഇനി 12 മണിക്കൂർ ഇത് ഇരുന്ന് എടുത്ത് ദോശ ഉണ്ടാക്കുമ്പോഴേക്കും മാവ് ഈ പാത്രം നിറച്ചുണ്ടാവും. ഞാൻ നല്ലോണം അടച്ച് വയ്ക്കാൻ വേണ്ടി ഒരു വലിയ കുക്കറാണ് എടുത്തേക്കണം. നന്നായിട്ട് അടച്ച് കണ്ട എത്ര നാളേക്ക് നോക്കിക്കോളൂ, പതഞ്ഞ് പൊന്തി നല്ല സോഫ്റ്റ് ആയിരിക്കും. അപ്പോൾ നമ്മളുണ്ടല്ലോ സൂപ്പർ ദോശ ഉണ്ടാക്കും നാളെ കാലത്ത്. അപ്പം റെഡി, ഓക്കെ. അപ്പം നമ്മുടെ മാവൊക്കെ പൊന്തി കണ്ട സൂപ്പർ മാവായിട്ടിരിക്കുകയാണ്. ഇതിലൊരു ഈസ്റ്റോ ബേക്കിംഗ് പൗഡറോ ഒന്നും ഇടാണ്ട് തന്നെ നല്ല കണ്ട ബെസ്റ്റ് മാവായുണ്ട്. ഇനി നമുക്ക് ദോശ ഉണ്ടാക്കി നോക്കാം. കണ്ട നമ്മുടെ ദോശ റെഡി ആയിട്ടുണ്ട്. കണ്ട എന്ത് സുഖമായിട്ടാണ് എടുക്കാൻ പറ്റുന്നത്. ദോശ കണ്ട എത്ര സൂപ്പറായിരിക്കണേന്ന് നോക്കിയാൽ, നല്ല സോഫ്റ്റുമാണ് ഒക്കെയാണ്. നമ്മളൊന്നും ഇതിൽ ചേർക്കേണ്ടതില്ല കേട്ടോ.